കേരളത്തിൽ നിന്ന് ലഹരിയുടെ വേരിറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്ക് വേണ്ടി അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ കുത്തിക്കുന്ന പാർലറുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായി തന്നെ ലഹരിക്കെതിരെ പോരാടും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ ശേഷം ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ലഹരിവേട്ട സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തുടരുകയാണ്. അതിനിടെ മയക്കുമരുന്ന് മാഫിയയുടെ അന്താരാഷ്ട്ര കണ്ണികളെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയെന്ന് DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും തുടരന്വേഷണം കൂടുതൽ ഊർജിതമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഹരിക്കടത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനായി മറ്റ് സംസ്ഥാനങ്ങളുടെ ഏകോപനത്തോടെയുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി ജൂലൈ 2ാം വാരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുടെ പ്രത്യേക യോഗം ചേരുമെന്നും റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ലഹരിക്കടത്തിന്റെ പ്രധാന കേന്ദ്രം ബംഗളൂരുവാണെന്ന് DGP പറഞ്ഞു. ആന്ധ്ര ഒറീസ അതിർത്തിയിൽ നിന്നാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട DGPമാരുടെ നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ട്. കൂടാതെ തായ്ലൻഡ്, കംബോഡിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ മയക്കുമരുന്ന് മാഫിയകളുമായി പല പ്രതികൾക്കുമുള്ള ബന്ധം അന്വേഷണത്തിൽ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ മറ്റ് അന്വേഷണ ഏജൻസികളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ലഹരി വിപത്തിനെതിരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കുമിടയിലും ബോധവൽക്കരണം ശക്തമായി നടത്തുന്നുണ്ടെന്നും DGP കൂട്ടിച്ചേർത്തു. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ പോലീസിന്റെ ആധുനികവത്കരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ക്രൈം കണ്ടെത്തുന്ന രീതിയും മാറി. പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കും. പോലീസ് ഓഡിറ്റ് നടപ്പാക്കും. കേസുകൾ സമയബന്ധിതമായി തീർക്കുന്നുണ്ടോ എന്ന് ഓഡിറ്റ് ചെയ്യും. പോലീസ് സ്റ്റേഷനിലെ പിടികൂടിയ വാഹനങ്ങൾ മാറ്റുന്നത് സംബന്ധിച്ച് മുഴുവൻ വാഹനങ്ങളിലെയും നിയമപ്രശ്നങ്ങൾ പരിഹരിച്ചു മാറ്റാനുള്ള പരിഹാരം ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിനിടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ ഞായറാഴ്ച വരെ 4146 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. 4471 പേരാണ് ലഹരി കേസുകളിൽ അറസ്റ്റിലായത്. 2203 ഗ്രാം MDMA 376 ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ 36 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. 36 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പുതിയ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് പോലീസ് വ്യക്തമാക്കി.